മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂടൊരുക്കുന്ന ആത്മീയ തീർത്ഥാടനത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ ആദ്യ ദിനത്തിൽ മനസ്സിലും ഹൃദയത്തിലും കുഞ്ഞു ജനിക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയ വിശുദ്ധീകരണ കർമ്മത്തെ നമുക്കൊന്ന് മനസ്സിൽ കുറിക്കും. ഈ അടുത്ത ഒരുക്കത്തിൽ കുഞ്ഞുങ്ങളുടെ ജന്മത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില തിരുത്തലുകളും മാറ്റങ്ങളുമൊക്കെ സാധ്യമാകണം. ദൈവത്തിൻ്റെ മനസ്സിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിൽ മാതാപിതാക്കളിലൂടെ സ്വർഗം കൈമാറുകയാണ്. അതുകൊണ്ട് കുഞ്ഞാദ്യം ജനിക്കേണ്ടത് മാതാപിതാക്കളുടെ മനസ്സിലും ഹൃദയത്തിലുമാണ്. കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒരുക്കങ്ങളും സാധ്യതകളും ഈ കൈമാറ്റത്തിൻ്റെ പുറകിലുണ്ടാകണം എന്നുകൂടെ ഓർത്തിരിക്കുക. പതിരപിയ പുണ്യവാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. ഒട്ടും സൗകര്യമില്ലാത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. കർഷകനായിരുന്നു അപ്പൻ. എങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ആ കുഞ്ഞ് വലിയ അനുഗ്രഹത്തിൻ്റെ കുഞ്ഞായി മാറിയത് ഈ പരിമിതികളിൽ പോലും ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ വീഥികളിൽ കുറവ് കൂടാതെ കാക്കാനുള്ള മാതാപിതാക്കളുടെ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ചെറുപ്പം മുതൽ തന്നെ വളരെ ത്യാഗസുരഭിലമായി ജീവിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ത്യാഗത്തോടെ പള്ളിയിൽ പോകാനും ഏറെ ദൈർഘ്യമുള്ള പ്രാർത്ഥനയിൽ പങ്കാളിയാകാനുമൊക്കെ ശ്രമിച്ചിരുന്നു ഈ പതിരപ്പിയോ എന്ന ഈ കുഞ്ഞുബാലൻ. അന്ന് പ്രത്യേകമായി ചെയ്തിരുന്ന ഒരു കാര്യം, തണുപ്പുള്ള നാട്ടിൽ തണുപ്പുള്ള തറയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പം അപ്പനും അമ്മയും ചോദിക്കും, എന്താ മോനെ നീ ഇങ്ങനെ കിടക്കണത്? ആവർത്തിച്ചു പറഞ്ഞൊരു മറുപടി, എൻ്റെ ഉണ്ണീശോം ഒരുപാട് പരിമിതികളുള്ള പുൽക്കൂടിൽ എന്തുമാത്രം ത്യാഗത്തോടു കൂടിയിട്ടാണ് എനിക്ക് വേണ്ടി ജന്മമെടുത്തത്. അത്ര കൃപയോടു കൂടിയിട്ടാണ് ഒരു കുരുന്നു ജീവിതം രൂപപ്പെടുക. അപ്പനും അമ്മയും അറിഞ്ഞുമറിയാതെയും വാക്കിലും ചിന്തയിലും നിലപാടിലുമൊക്കെ ഈ കുഞ്ഞിലേക്കു കൈമാറിയ ആത്മീയതയാണ് ഇതിൻ്റെ പുറകിൽ ആധാരമായി മാറിയത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ കുഞ്ഞിൻ്റെ ജന്മത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി 2ാം ഘട്ടത്തിൽ നാം ആത്മീയ യാത്ര നടത്തി കടന്നു പോകുമ്പം പ്രത്യേകം ഓർമ്മിക്കണം, മനസ്സിലും ഹൃദയത്തിലും ഒരു കുഞ്ഞു ജനിക്കുമ്പം ഏതു ഭാവത്തോടു കൂടിയിട്ടാണ് അതിനെ സ്വീകരിച്ചത്, ഏതു ചൈതന്യത്തിലാണ് അതിനെ ഈ ലോകത്തിന് കൈമാറിയത്. അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ ജീവിതങ്ങൾക്കൊക്കെയും ഇത് പറയാനുണ്ട്. നാം ഇന്ന് ഈ വിശുദ്ധ ജീവിതങ്ങളെ മനസ്സിൽ പ്രാർത്ഥനയോടുകൂടെ ഒന്ന് സമീപിക്കുകയും അവരിലൂടെ വെളിവായ ദർശനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. ഇന്ന് ഒഴിവാക്കേണ്ടത് ലഹരിയുടെ ഒരു ഭാവത്തിൽ നിന്ന് ജീവിതത്തിൽ പക്വതയുടെ ഒരു ചൈതന്യത്തിലേക്കുള്ള മാറ്റമാണ്. ഉപേക്ഷിക്കേണ്ടതായി ലഹരിയുടെ വലിയ നീരാളിപ്പിടുത്തത്തിലടങ്ങിയ ഒടുങ്ങിപ്പോയൊരു ജീവിതം. സങ്കടകരമാണ് ഇന്ന് പുതിയ കാലത്തിൻ്റെ ജീവിതം. നമ്മുടെ ദേശം അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുമ്പം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് പേര് പല വിധത്തിൽ ലഹരിക്കണിയിലായിരിക്കുമ്പം അവരെ പക്വതയോട് കൂടിയിട്ട് തിരുത്തി അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ഉണ്ണിയേശുവിൻ്റെ വെറുതെ കൊണ്ട് അഭിഷേകാത്മക ജീവിതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമാകണം. ഒറ്റയ്ക്കത് സാധ്യമല്ല. സംഘമായി മാതാപിതാക്കളും കുടുംബവും കുഞ്ഞുങ്ങളും ചേർന്ന് ത്യാഗസുരഭിലമായ ജീവിതവീഥിയിലൂടെ ഈ യാത്ര ചെയ്തു കഴിയുമ്പം മനസ്സിലും ഹൃദയത്തിലും ഈ കുഞ്ഞു ജനിച്ചപ്പോൾ ഉണ്ടായ പരിക്കുകളെ കൈകാര്യം ചെയ്തു കഴിയുമ്പം അവർ ഈ ലഹരിയോട് വിട പറയുന്നവരും പക്വതയുടെ നിലപാടുള്ളവരുമായി മാറും. നമുക്കും ആഗ്രഹിക്കാം, നമുക്കും കുഞ്ഞുങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാം, തിരികെ പിടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ പുണ്യവഴികളോട് ചേർന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോയെ, ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്ന് അകന്ന് പക്വതയിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ.